വെൽക്കം ടു അവർ ട്രെയിൻ ജേർണി പാർട്ട് 2. അപ്പോൾ നമ്മുടെ ട്രെയിൻ വിറ്റ്ബി സ്റ്റേഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ആക്ച്വലി വി ആർ റിയലി ത്രിൽ ടു സീ വാട്ട് ലൈസ് അഹെഡ്. സോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി കാണാനുള്ളത്, എന്തൊക്കെ പുതിയ സ്ഥലങ്ങളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട്. ഇനി നമുക്ക് ട്രെയിനിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഈ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പ്രസീവാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ സീറ്റ്സൊക്കെ നല്ല സ്പേസ്ഡ് ആണ് ആൻഡ് ഇറ്റ് ഓഫേഴ്സ് എ പ്ലെൻറ്റി ഓഫ് ലെഗ് റൂം ആൻഡ് കംഫർട്ട്. അപ്പർ ഡെക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എലിവേറ്റഡ് വ്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജേർണി എന്ന് വെച്ചാൽ മോർ സീനിക്കും ആണ്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ലോവർ ഡെക്കിലാണ്. പക്ഷേ ലോവർ ഡെക്കിൽ നല്ല കോസിയാണ് ആൻഡ് അക്സസിബിൾ സ്പേസ് ടു. സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായാലും ഇവരെല്ലാവരെയും ഒരേപോലെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം. നമ്മൾ ഈദ്ഗാഹിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തൊരു ലേക്ക് കാണിക്കുന്നുണ്ട്. അതേ ലേക്ക് തന്നെയാണ് ഇത്, ലേക്ക് ഒണ്ടേരിയോ. അപ്പോൾ ഇവിടെയും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ വ്യൂ കാണാനായിട്ട് പറ്റും. ആക്ച്വലി അതിനേക്കാളും വലിയൊരു ബ്രോഡായിട്ടുള്ള വ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു വ്യൂ കാണാനായിട്ട്. ഇത് പോർട്ട് യൂണിയൻ വില്ലേജ് കോമൺ പാർക്കാണ്. ഇതൊരു കമ്മ്യൂണിറ്റി പാർക്കാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെസ്റ്റ് റൂഷ് നെയ്ബർഹുഡ് ഓഫ് സ്കാർബറോയിലാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് ടൊറൻറ്റോ യൂണിയൻ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ടൊറൻറ്റോയിലാണ്. ഇവിടെ നമുക്ക് കുറച്ചധികം പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാമെന്നൊക്കെ എഴുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സ്റ്റേഷനിൽ നിന്ന് നമ്മൾ താഴോട്ട് സ്റ്റെയർ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. നമ്മുടെ കാനഡയിൽ ലാർജസ്റ്റ് സിറ്റിയാണ് ടൊറോണ്ടോ എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ് കേട്ടോ. ഇവിടെ ഒരു 30 കിലോമീറ്റർ ദൂരം വരുന്ന ഒരു അണ്ടർഗ്രൗണ്ട് വോക്ക് വേ ഉണ്ട്. അത് കണക്ട് ചെയ്യുന്നത് ഒരു ഓവർ 1200 ഷോപ്സിനെയും റെസ്റ്റോറൻറ്റ്സിനെയൊക്കെയാണ്. അത് ഭയങ്കര ഇമ്പ്രസീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അതിൻ്റെ ക്ലിപ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഒരുപാടധികം ടൊറൻറ്റോ ഐലൻഡ്സ് ഒക്കെ ഉണ്ട്. അവിടെ ഒന്നും പോകാനായിട്ട് പറ്റിയില്ലെങ്കിലും അതിനെപ്പറ്റി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണ് CN ടവർ. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ക്വൈറ്റ് ഫേമസ് ആണ്. കനേഡിയൻ നാഷണൽ ടവർ. ഇത് നമ്മുടെ വേൾഡ്സ് ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടൊറൻറ്റോ സിറ്റിയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഐക്കോണിക് സിംബൽ കൂടിയാണിത്. ഈ വരുന്നതാണ് ട്രാം അല്ലെങ്കിൽ സ്ട്രീറ്റ് കാർ എന്ന് പറയും. ഇത് നമ്മൾ ഒരുപാടധികം മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്ന ട്രാക്കിലാണ്. ഓൾറെഡി ആ സ്ട്രീറ്റിൽ ട്രാക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു കൈൻഡ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൊറൻറ്റോ വിശേഷങ്ങളൊക്കെ. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ഓസം കണ്ടന്റ്. സോ ബൈ.